തിരുവചന പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ തിരുവചനം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 20-ാം വാക്യമാണ്. യഹോവയാണ്, ഞാൻ അവൻ്റെ പിന്നാലെ ഓടിച്ചെന്ന് അവനോട് അല്പമെങ്കിലും വാങ്ങും എന്ന് പറഞ്ഞു. എലീശ പ്രവാചകന്റെ ശിഷ്യനായ ഗേഹസിയുടെ വാക്കുകളാണ് നാം ശ്രദ്ധിച്ചത്. അരാം രാജാവിൻ്റെ സേനാധിപതിയായ നയമാന്റെ കുഷ്ഠരോഗം എലീശ പറഞ്ഞതനുസരിച്ച് യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങി സൗഖ്യമായി. അതിൻ്റെ നന്ദി സൂചകമായി നയമാൻ ചില സമ്മാനങ്ങൾ എലീശയ്ക്ക് നൽകുവാൻ ആഗ്രഹിച്ചുവെങ്കിലും എലീശ അത് നിരസിച്ചു. വളരെ നിർബന്ധിച്ചിട്ടും പ്രതിഫലമൊന്നും കൈപ്പറ്റിയില്ല. നയമാന് സൗഖ്യം നൽകിയത് എലീശയാണെന്നുള്ള ധാരണയിലാണ് നയമാനെ അങ്ങനെ ചെയ്യുവാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ ഇവിടെ സൗഖ്യം നൽകിയത് ദൈവമാകിയാൽ ദൈവത്തോടാണ് നന്ദി കാണിക്കേണ്ടത് എന്ന പാഠം എലീശ നയമാനെ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, ദൈവം നൽകുന്ന രക്ഷ പണം കൊടുത്തു വാങ്ങാൻ സാധ്യമല്ല എന്നും വ്യക്തമാക്കി. നയമാന്റെ കുഷ്ഠം മാറിയത് പാപിയായ മനുഷ്യന് യേശുക്രിസ്തുവിലൂടെ സൗജന്യമായി ശുദ്ധീകരണം പ്രാപിക്കുന്നതിൻ്റെ ചിത്രമാണ്. ദൈവം നൽകുന്ന രക്ഷ തികച്ചും സൗജന്യമാണ്. ക്രൂശിൽ യാഗമായി തീർന്ന ക്രിസ്തുവിലൂടെ വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷ സൗജന്യമായി പ്രാപിക്കാം. അതിന് പ്രത്യുപകാരമായി ദൈവത്തിന് നന്ദി പറയുകയല്ലാതെ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. എലീശ പ്രതിഫലമൊന്നും സ്വീകരിക്കാതിരുന്നത് കണ്ട ഗേഹസി ആകെ അസ്വസ്ഥനായി. എൻ്റെ യജമാനൻ അവൻ്റെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങാതെ വിട്ടുകളഞ്ഞുവല്ലോ, ഞാൻ അവൻ്റെ പിന്നാലെ ഓടിച്ചെന്ന് അല്പമെങ്കിലും വാങ്ങും. ഗേഹസിയുടെ ധനമോഹം എലീശയെ വിട്ട് നയമാനെ പിന്തുടരുവാൻ അവനെ പ്രേരിപ്പിച്ചു. നയമാനോട് എലീശയുടെ പേരിൽ കള്ളം പറയുവാൻ ഗേഹസി തീരുമാനിച്ചു. പ്രവാചക ശിഷ്യന്മാരിൽ 2 പേർ എഫ്രയീം മലനാട്ടിൽ നിന്ന് എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവർക്ക് 1 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും തരയണമേ എന്ന് യജമാനൻ പറഞ്ഞയച്ചിരിക്കുന്നു. ഇത് കേട്ട മാത്രയിൽ നയമാൻ ഗേഹസി ആവശ്യപ്പെട്ട വെള്ളിയും വസ്ത്രവും കൊടുത്തയച്ചു. എലീശ അറിയാതെ ഗേഹസി അത് ഒളിച്ചു വെച്ചു. എന്നാൽ പ്രവാചകനായ എലീശയ്ക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തു. ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസിദാസന്മാർ എന്നിവ മേടിപ്പാനും ഇതാകുന്നുവോ സമയം. ആകയാൽ നയമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കുമെന്ന് പറഞ്ഞ മാത്രയിൽ അവൻ ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിയായി അവനെ വിട്ട് പുറപ്പെട്ടു പോയി എന്ന് നാം വായിക്കുന്നു. ഗേഹസിക്ക് വന്ന ദുർഗതിയും ഇന്ന് നമുക്കും ഒരു പാഠമായിരിക്കുന്നു. നേരായ മാർഗത്തിൽ ധനം സമ്പാദിക്കുന്നതും അതനുഭവിക്കുന്നതും തെറ്റായ കാര്യമല്ല. അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു പോകും. അധ്വാനിച്ച് സമ്പാദിക്കുന്നവനോ വർദ്ധിച്ചു വരുമെന്ന് ശലോമോൻ പറയുന്നു. ബഹുനിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവാ ഭക്തിയോടുകൂടെ അല്പധനമുള്ളത് നന്ന്. കള്ളനാവുകൊണ്ട് ധനം സമ്പാദിക്കുന്നത് പാറിപ്പോകുന്ന ആവിയാകുന്നു. അതിനെ അന്വേഷിക്കുന്നവൻ മരണത്തെ അന്വേഷിക്കുന്നുവെന്ന് ശലോമോൻ പറയുന്നു. അപ്പോൾ ധനം കഷ്ടതയുണ്ടാക്കുന്നത് മാത്രമല്ല, അതിനെ അന്യായമായി തേടിപ്പോകുന്നവർക്ക് അത് മരണത്തിലേക്കുള്ള യാത്രയാകുന്നുവെന്നും ബൈബിൾ വ്യക്തമാക്കുന്നു. ധനം വർദ്ധിക്കുന്നത് അഹങ്കാരത്തിന് കാരണമാകും എന്ന് യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നു. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുവാൻ പോകുന്ന ദുരിതങ്ങളെ ഓർത്ത് കരഞ്ഞ് മുറയിടുവീനെന്ന് യാക്കോബ് തൻ്റെ ലേഖനത്തിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നു. ദരിദ്രന്മാരെ കഷ്ടപ്പെടുത്തിയും വേലക്കാരുടെ കൂലി പിടിച്ചുപറിച്ചും ധനവാന്മാരായി വിലസുന്നവർ ഇക്കാലത്ത് അനേകരാണ്. ആത്മീയരെന്ന് അഭിമാനിക്കുന്നവരുടെ കൂട്ടത്തിലും ഇത്തരക്കാർ അനേകരാണ്. ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്, അവന് ശിക്ഷ വരാതിരിക്കുകയില്ല. കണ്ണുകടിയുള്ളവരാണ് ധനവാന്മാരാകുവാൻ ബന്ധപ്പെടുന്നത്. അയൽക്കാരൻ്റെ സമൃദ്ധിയിൽ അസൂയപ്പെട്ട് അവനെപ്പോലെ ആകണമെന്ന് ചിന്തിച്ചു വഞ്ചനയിലൂടെയും മറ്റ് നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെയും ധനം സമ്പാദിച്ച് കഷ്ടത്തിലായവർ വളരെയാണ്. ഗേഹസിക്ക് തൻ്റെ ദ്രവ്യാഗ്രഹത്തിലൂടെ ലഭിച്ചത് കുഷ്ഠരോഗമാണ്. മാത്രമല്ല, എലീശയ്ക്ക് ശേഷം നല്ലൊരു പ്രവാചകനായി ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനുള്ള അവസരവും നഷ്ടപ്പെടുത്തി. ധനവാന്മാർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നത് എളുപ്പം എന്ന് കർത്താവ് പറഞ്ഞു. യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിച്ച ധനവാനോട് ആദ്യം നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അവൻ ധനവാനാകൊണ്ട് യേശുവിനെ പിൻപറ്റാതെ ദുഃഖിതനായി പൊക്കളഞ്ഞു എന്ന് വായിക്കുന്നു. സ്വയം ധനവാൻ സമ്പൻ എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് ലബോദിക്ക സഭയോട്, നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമാകിയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും
അതായത് ദൈവത്തിൻ്റെ വചനവും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതിരിക്കേണ്ടതിന് ദൈവം സൗജന്യമായി നൽകുന്ന രക്ഷാവസ്ത്രവും അഥവാ വെള്ളയുടുപ്പും, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും വിലയ്ക്ക് വാങ്ങുവീൻ എന്ന് കർത്താവ് ബുദ്ധി ഉപദേശിക്കുന്നു. താങ്കൾ കഷ്ടതയും കലഹവും മരണവും വിളിച്ചു വരുത്തുന്ന ധനമോഹത്തിന് പിന്നാലെ ഓടി ജീവിതം നഷ്ടമാക്കുകയാണോ? ദൈവം ന്യായമായി നൽകുന്ന ധനം അനുഭവിച്ചുകൊണ്ട് ആത്മീയമായി സമ്പന്നരാകുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. ധനവാനായ മൂഢനോട് കർത്താവ് ചോദിക്കുന്നത്, മൂഢ, ഇന്ന് രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? നമ്മെ ആത്മീയമായി സമ്പന്നരാക്കുവാൻ സ്വർഗസമ്പന്നനായിരുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന കൃപ നമുക്ക് ഓർക്കാം. നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ആത്മീയമായി സമ്പന്നരായി അനുഗ്രഹിക്കപ്പെട്ടവരായി തീരാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ തിരുവചനം കേൾക്കുവാൻ ഞങ്ങൾക്കൊരു അവസരം കൂടെ അവിടുന്ന് ദാനമായി നൽകിയല്ലോ. നന്ദിയോട് സ്തോത്രം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുമ്പോൾ, ഇന്ന് മനുഷ്യൻ ധനം സമ്പാദിക്കുവാൻ വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ആത്മീയമായി സമ്പന്നരാകുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.